സ്വർണം തിളങ്ങുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയുടെ പ്രഭയിൽ. ലോകവിപണിയിൽ സ്വർണത്തിന്റെ ആവശ്യം കണക്കാക്കിയാണ് ഈ വിലവർദ്ധനവ്. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള നിക്ഷേപകരുടെ വ്യഗ്രതയാണ് വില റെക്കോർഡിലെത്തിച്ചത്. കസ്റ്റമേഴ്സ് വളരെ ബോധവാന്മാരാണ്. അത് ഇൻവെസ്റ്റ് ചെയ്തവർക്കെല്ലാം ലാഭമേ കിട്ടിയിട്ടുള്ളൂ. ഇന്നലെ വരെ വാങ്ങിച്ചവർക്ക് വളരെ ലാഭമാണ്. മറ്റൊരു സവിശേഷത ഒന്ന് ചിന്തിക്കേണ്ടത്, കൂടുതൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കയ്യിലിരുന്ന പണം കൊണ്ട് സ്വർണം വാങ്ങി, അവർക്കെല്ലാം ലാഭം. പക്ഷെ കുറച്ചുകൂടെ അറിവുള്ളവർ ക്രൂഡ് ഓയിലിനെ കുറിച്ചും അതുപോലെ ഡോളറിൻ്റെ വിലയെക്കുറിച്ചൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്തിരിക്കുകയും വാങ്ങാതിരിക്കുകയും ചെയ്തു. കണക്ക് കൂട്ടിയവർക്കും എല്ലാം നഷ്ടവും, ഒന്നും അറിഞ്ഞുകൂടാതെ വാങ്ങിയവർക്കെല്ലാം വളരെ ലാഭവും. കഴിഞ്ഞ 3 ദിവസങ്ങളായി സ്വർണത്തിന്റെ വിലയിൽ ഏകദേശം 1500 രൂപയോളം വർധനവ് രേഖപ്പെടുത്തി. വില 19,760 എന്ന നിലയിലെത്തി. ലണ്ടൻ വിപണിയിൽ സ്വർണ്ണവില ട്രോയ് ഔൺസിന് $1,780 വരെ ഉയർന്നു. 2008 ശേഷം തങ്കവില ഇതാദ്യമായി പ്ലാറ്റിനത്തെയും കടത്തിവെട്ടി. 24 ക്യാരറ്റ് തങ്കത്തിന്റെ 1 ഗ്രാമിന് ഇപ്പോഴത്തെ വില 2,625 രൂപയാണ്. എന്നാൽ പ്ലാറ്റിനത്തിന് 2,600 രൂപയേ ഉള്ളൂ. ഈ രീതിയിൽ കുതിക്കുകയാണെങ്കിൽ 20,000 എന്ന മോഹവിലയിലെത്താൻ വലിയ താമസമില്ല. പണ്ട് വില കൂടുമ്പോൾ ആൾക്കാർ വാങ്ങാനൊരു അറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയും വില കൂടും എന്നുള്ള രീതിയിൽ അവർ കയ്യിലുള്ള രൂപ എടുത്ത് വാങ്ങാനാണ് താല്പര്യപ്പെടാറ്. നമ്മൾ കൂടുതൽ പരസ്യങ്ങളില്ലാതെ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ വില കൂടുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലും ആൾക്കാർ വാങ്ങി വയ്ക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് സ്വർണത്തിന്റെ ഏറ്റവും വലിയ വിപണി. ഇതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളവും. കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെയാണ് വിലവർദ്ധനവ് വന്നിരിക്കുന്നത്. കേരളത്തിലെ വിവാഹങ്ങൾ ഇന്നും സ്വർണപ്രഭയിലാണ് നടക്കുന്നത്. ഈ പ്രഭയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഘടകമായി വിലവർധന മുന്നിൽ തന്നെയുണ്ട്. വില റെക്കോർഡ് തൊട്ടെങ്കിലും ഇന്നും സ്വർണ്ണവിൽപ്പന തകൃതിയായി നടന്നു. കേരളത്തിലെ എല്ലാ ജ്വല്ലറികളിലും നല്ല തിരക്കാണ് ഈ മഞ്ഞലോഹം വാങ്ങാൻ. വിലവർധനവൊന്നും സ്വർണ്ണക്കച്ചവടത്തെ ബാധിച്ചിട്ടില്ലെന്ന് സ്വർണ്ണ വ്യാപാരികളും പറയുന്നു. കുടുംബ ബന്ധം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ഉള്ളതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ കുടുംബങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും അവരുടെ മക്കളെ കല്യാണം കഴിച്ച് അയക്കുന്നതിനും അവരുടെ ഭാവിയെക്കുറിച്ചും, പിന്നെ കുറച്ച് ശതമാനം ആൾക്കാർ മറ്റ് വസ്തുക്കൾ വാങ്ങുന്നതിനേക്കാളും സ്വർണ്ണമായിട്ട് വാങ്ങി വെച്ചാൽ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം, അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഇത് വെച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യാം എന്നുള്ള രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ നെഞ്ചെടുപ്പ് ഏറുകയാണ്. ഇതെത്ര വരെ പോകുമെന്നാണ് അവരുടെ ചോദ്യം.